തൃശൂർ ചാലക്കുടിയിലുണ്ടായ വൻ തീപിടുത്തം അഗ്നിശമന സേന അണച്ചു. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് പെയിന്റ് ഗോഡൌണിനായിരുന്നു തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേന യൂണിറ്റുകളെത്തി 2 മണിക്കൂറോളം ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തീപിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. അതുകൊണ്ടുതന്നെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. ഇതിനിടെ നാട്ടുകാർ ചാലക്കുടി പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സും പോലീസുമെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനിടെ സ്ഥാപനത്തിന്റെ താഴെ നിലയിലെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി. ഇത് തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു. ഇതിനിടെ പെയ്ത മഴയും തീ പടരുന്നത് കുറയ്ക്കാൻ സഹായിച്ചു. പിറകെ പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും എത്തി. തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌണിലേക്ക് തീ പടരുമോ എന്ന ആശങ്കയും ഉടലെടുത്തു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗോഡൌണിന്റെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ ആ ആശങ്ക ഒഴിവായി. ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു. ഒടുവിൽ 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ചതായി കടയുടമ മാർട്ടിൻ ഊക്കൻ പറഞ്ഞു. അവസ്ഥ വന്നു. പിന്നെ ഫയർഫോഴ്സുകാർ വന്നു, നാട്ടുകാർ വന്ന് കുറേ സാധനങ്ങൾ മാറ്റി. നാട്ടുകാരെല്ലാവരും സഹകരണം കൊണ്ടാണ് ഇത് അടയ്ക്കാൻ സാധിക്കുന്നത്. അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂ എന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.